ഹായ് ഹലോ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഓട്സ് പുട്ടാണ്. അതിന് വേണ്ട ഓട്സ് എടുത്തിട്ടുണ്ട്. ഇത് ഈ പാത്രത്തിലോട്ടിടുക. ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പിടാം. ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് നിന്ന് കുതിർത്തെടുക്കാം. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. കുതിർത്തെടുക്കാം. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. ഇത് പൊടിക്കുന്ന ജാറിലോട്ടിടാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിനകത്തിട്ട് ഇതിന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ലോണം പൊടിച്ചിട്ടുണ്ട്. ഇതൊന്ന് തട്ടിയിടാം. അങ്ങനെ നമ്മൾക്ക് പുട്ടിന് നല്ലോണം പൊടിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് തേങ്ങ കൂടി ഇടാം. ചില്ലിട്ട് വെച്ചു. ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം. ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ വെച്ച് കൊടുത്ത് ഇതൊന്ന് അടച്ച് വെച്ച് കുക്കറിനകത്ത് വയ്ക്കാം. അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കെടുക്കാം. നമ്മുടെ സോഫ്റ്റായ ഓട്സ് പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇലയിലൊട്ടും തട്ടാം. നമ്മുടെ ഓട്സ് പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കഴിക്കാനായിട്ട് പഴം, പപ്പടം വേണമെങ്കിൽ ഉണ്ടായിരിക്കാം. നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നതിനകത്ത് പഴമുണ്ട്. നല്ല ഹെൽത്തിയാണ്. നല്ല സോഫ്റ്റായ ഓട്സ് പുട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് വലിയ പാടൊന്നുമില്ല. എളുപ്പം തയ്യാറാക്കാം. എല്ലാവർക്കും വീട്ടിൽ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയൊരു വിഭവമാണ്.
നല്ല സോഫ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല സോഫ്റ്റായ ഓട്സ് പുട്ടാണ്. എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി വെക്കുക. നല്ല ഹെൽത്തിയാണ്. നമ്മൾ പഴം കുട്ടി കഴിക്കാൻ, പപ്പടം വേണമെങ്കിലും പയർ എന്ത് വേണമെങ്കിലും കുട്ടി കഴിക്കാൻ പറ്റിയ ഓട്സ് പുട്ടാണ്. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായിരിക്കും കഴിക്കാൻ നല്ലതാണ്. മറ്റൊരു വീഡിയോയും നാളെ വരാം.